2 ബ്രെഡും 2 മുട്ടയും മാത്രം മതി. പുറത്ത് ക്രിസ്പിയും അകത്ത് മെൽറ്റായ ചീസും നിറഞ്ഞ ഒരു സൂപ്പർ എഗ് ചീസ് ബ്രെഡ് നമുക്കിപ്പോൾ തന്നെ തയ്യാറാക്കാം. അപ്പോൾ തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് 2 ബ്രെഡ് എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പിന്നെ മല്ലിയില അത് 3 കുറച്ച് എടുത്ത് വയ്ക്കാം. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് വേണം. അതുപോലെ തന്നെ മയോനൈസ് വേണം. അത് നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിസ്സ സോസാണ് ഇതിൽ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് 2 പുഴുങ്ങിയ മുട്ട വേണം. മുട്ട ഇതേപോലെ കട്ട് ചെയ്ത് ഭംഗിയാക്കി വെക്കണം. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം നമ്മൾ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ 2 ബ്രെഡിൻ്റെ 2 സ്ലൈസും വെക്കാമേ. അതിനുശേഷം ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ ശേഷം നമുക്ക് അടുത്ത സൈഡ് മറിച്ച് വെച്ച് കൊടുക്കാമേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ടൊമാറ്റോ സോസും മയോനൈസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ പിസ്സ സോസും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാലത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണം ഒരു ടെൻഷനും വേണ്ട. 2 പുഴുങ്ങിയ മുട്ടയും 2 ബ്രെഡ് മാത്രം മതി. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഈ സൂപ്പർ എഗ് ചീസ് ബ്രെഡ് റെഡിയാക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഓരോരോ ചീസ് സ്ലൈസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. 2ലും ഞാൻ പുറത്ത് വെച്ചപ്പോൾ ഒന്ന് മെൽട്ടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഭംഗിയിൽ കട്ട് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട എടുത്തിട്ട് ഓരോന്നായിട്ട് ഒരു ബ്രെഡിന് 4 എണ്ണമാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ നമുക്ക് വെക്കാൻ സ്പേസ് ഇല്ല. അപ്പം 4 എഗ്ഗ് ഇങ്ങനെ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാവേ. നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിന് മേലെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ബ്രെഡിൽ നന്നായിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഒറിഗാനോ നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും പിന്നെ നമ്മുടെ കൊറിയൻഡർ ലീഫ് അതായത് മല്ലിയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചീസ് ഒന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ട് ഒരു 2 സെക്കൻഡിന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒരു 2 സെക്കൻഡ് മതി. ചീസ് ഒന്ന് മെൽട്ടായത് ഉടനെ അല്ലെങ്കിൽ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചതും നമുക്കിത് എടുക്കാം. ഇതുപോലെ നല്ല മെൽട്ടായിട്ട് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ. കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ തന്നെ നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് ചീസ് ബ്രെഡാണ് കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് 4 ആക്കിയിട്ട് ഓരോരോ പീസായിട്ട് എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ മെൽട്ടായിട്ടുള്ള ചീസ് ഇങ്ങനെ വീഴും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം മെസ്സേജിലൂടെ പറയണം കേട്ടോ. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും വളരെയധികം നന്ദി.